ഹലോ മക്കളുമാരെ, നമുക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കാം. റവ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഈ റവയൊന്ന് വറുത്തെടുക്കുക. അപ്പം ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണ്. അപ്പം വറുത്ത റവയുടെ പൊടിയാണ് നമ്മൾ വാങ്ങിച്ചതെങ്കിലും നമ്മൾ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കണം, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം വറുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടത് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കും. നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അവരവർക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ആകുമ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കുകയും നല്ലൊരു രുചിയാണ്. എന്നിട്ട് 2-3 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. അതുമെല്ലാം ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. എൻ്റെ ഇല്ലായിരുന്നു, ഞാൻ സവാളയും പച്ചമുളകും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ക്യാരറ്റോ ബീൻസോ നമ്മുടെ എന്ത് പച്ചക്കറി ഉണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കരിയാപ്പില ഇട്ട് കൊടുക്കും. ഞാൻ കരിയാപ്പില ഇട്ട് കൊടുത്തു. മല്ലിയില വേണമെന്ന് ചിലർ മല്ലിയില ഇടും, വേണമെന്നവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ കരിയാപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഉപ്പും ഇട്ട് നന്നായിട്ട് വാടി കഴിയുമ്പം അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ലേശം ഒരു കളറിന് വേണ്ടി, ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക, വേണ്ടാത്തവർ ഇടണ്ട. ഞാൻ ഉപ്പുമാവിനൊരു കളർ വരാൻ വേണ്ടിയാണ് ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ 1/2 കിലോ പൊടിയാണ് എടുത്തേക്കുന്നത്, റവയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ വെള്ളവും പച്ചക്കറി സവാളയാണ്, അതെല്ലാം കൂടെ ഒന്ന് വെന്ത് അതിലേക്ക് യോജിക്കണം. നല്ലവണ്ണം വെന്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിലേക്ക് ആ പച്ചക്കറിയുടെയൊക്കെ ഗുണം ഇറങ്ങും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതെല്ലാം തിളച്ച് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കുക. ആ റവയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കണക്കിനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്, 2.5 ഗ്ലാസ് വെള്ളം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് 5 മിനിറ്റ് മൂടി വെച്ച് അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറാൻ വേണ്ടി 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. ഒന്നുമില്ല, നമ്മൾ തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം തന്നെ അത് വേവും. എന്നാലും നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ വീണ്ടും മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം നമുക്ക് അത് തുറന്ന് ഇളക്കി എടുക്കാം. നോക്കാം, നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും ഈ ഉപ്പുമാവ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാം. നമുക്ക് പച്ചക്കറി ഉണ്ടെങ്കിൽ പച്ചക്കറി ഇട്ട് കൊടുക്കുക, ഇല്ലാത്തതുകൊണ്ട് ഞാനിത് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ടാറ്റാ.